നമ്മളൊരു കേസ് കൊണ്ടോ എന്ത് കാര്യത്തിലോ പോകുന്ന ഉടനെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ എന്ന് പറഞ്ഞത് വളരെ മോശമായ രീതിയിലാണ്. അവരെ മറ്റ് സ്ത്രീ പുരുഷന്മാർക്ക് എതിരെ എടുക്കുന്നതിനേക്കാട്ടിലുപരി നമ്മളെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് രീതിയിൽ അവലംബിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളുടെ രീതിയിൽ കേസുകൾ ചാർജ് ചെയ്യുകയും മുൻപോട്ടുള്ള രീതികളിൽ പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ പ്രതിഷേധം തുടർന്നുള്ള ദിവസങ്ങളിൽ നീതി കിട്ടുന്നിടം വരെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊള്ളു. ഞങ്ങൾക്ക് ഈക്വൽ തുല്യ നീതി നടപ്പാക്കുന്ന ഒരു പോലീസ് ഭരണം ഉണ്ടാകുമ്പോൾ അവസാനിപ്പിക്കും, അല്ലാതെ അവസാനിപ്പിക്കില്ല. ഞങ്ങളുടെ അവയവങ്ങൾ തുറന്നു കാണണമെന്ന പോലീസിന്റെ അവജ്ഞ, വിവേചനാധികാരം ഒഴിവാക്കുക. ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഞങ്ങളും കൂടി ചേർന്നതാണ് സൊസൈറ്റി അഥവാ സമൂഹം. അത് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. പോലീസ് ഞങ്ങൾ അടിച്ചിട്ടുള്ളതാ. जय जय माता संतोषी माता संतोषी माता जय जय माता जय जय माता संतोषी माता संतोषी माता കമ്മിഷണർ പറഞ്ഞു എന്റെ തീരുമാനം അറിഞ്ഞിട്ട് മാറിയാൽ അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ അടിച്ചമർത്താൻ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കാശ് സമ്പാദിച്ച് ചിലപ്പോൾ തമിഴ്നാട്ടിലെ പോലെ ഭിക്ഷ എടുക്കാൻ ഇവിടെ ഞങ്ങൾക്ക് അനുവാദമില്ല. സെക്സ് വർക്ക് ആയിരിക്കാം. ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ജോലിയുണ്ട്. ഇതിന് ജോലിയുള്ള ആളുകളുണ്ട്, ജോലിയില്ലാതെ സെക്സ് വർക്കിന് നിൽക്കുന്ന ആളുകളുമുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരെ ഉപദ്രവിക്കുന്ന ഈ പോലീസുകാരുടെ നടപടി എന്താണെന്നുള്ളത് മുകളുദ്യോഗസ്ഥന്മാർ അതിനൊരു തീരുമാനം എടുക്കട്ടെ. ആണുങ്ങൾ പെൺവേഷം കെട്ടി വന്നിരിക്കുന്നു, ശിഖണ്ഡികൾ, അങ്ങനെയുള്ള പല പേരുകളിൽ നമ്മളെ അറിയപ്പെടുകയും നമ്മളെ അതിൽ നിന്ന് മാറ്റപ്പെടുത്തി നിർത്തുകയും ചെയ്യുന്നു. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയാണെങ്കിൽ അവർ 24 മണിക്കൂറിനകം ആ പോലീസ് സ്റ്റേഷന്റെ പരിധിക്കുള്ള അത് അന്വേഷണം വരികയും അതിന് അവർ വേണ്ട നീതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ കുറേ നാൾ കയറി ഇറങ്ങിയാലും ഒരു നിയമവും ഇവിടെ നടപ്പിലാക്കി വരുന്നില്ല. ചേട്ടനുള്ള ബുദ്ധിമുട്ട് പോലീസുകാരോട് പറയുക. കാരണം അവരാണ് ഞങ്ങളുടെ തീരുമാനം അറിയിക്കേണ്ടത്. പോലീസിനോട് പ്രതിഷേധിച്ച് അവിടെ ചെല്ലുമ്പോൾ അവര് ഞങ്ങൾ അകത്തോട്ട് കയറ്റി വിടുന്നില്ല, SP ഓഫീസറെ കാണാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇതേ ഉള്ള മാർഗം. പൊതുഗതാഗതം തടസ്സപ്പെടുമ്പോൾ SP വരട്ടെ, ഞങ്ങളോട് സംസാരിക്കട്ടെ. എന്നാലിപ്പോ എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ജസ്റ്റിസ് ബോർഡ് മെമ്പേഴ്സ് ഉള്ളിലേക്ക് പോയിട്ട് സംസാരിച്ച് തീരുമാനം എടുക്കണം.
ഞാൻ വരുന്നില്ല. നിങ്ങളുടെ അടുത്ത് തെളിവ്